ഇന്നിപ്പോ കോൺഗ്രസ് എം പിമാർക്ക് വിപ്പ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ വിപ്പ് കിട്ടാത്ത ഒരാളുണ്ട് കേട്ടോ. ആരാണെന്നറിയുമോ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യവ്യാപകമായി തൊഴിലുറപ്പ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി എവിടെയാണ്? രാഹുൽ ഗാന്ധി നാട്ടിലില്ലാത്തത്, അദ്ദേഹം ജർമ്മനിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയ്ക്കെതിരെ കോൺഗ്രസിൽ അമർഷം പുകയുന്നു. വിഷയം BJP ആയുധമാക്കുന്നതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ അതൃപ്തി ഉയരുന്നത്. നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ രംഗത്തെത്തി. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ലെന്നാണ് ചവാന്റെ വിമർശനം. പി ആർ സുനിൽ, കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെ കോൺഗ്രസിൽ MPമാർക്ക് ഇപ്പോൾ വിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ വിപ്പ് ഏറ്റുവാങ്ങാനോ പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി ആഞ്ഞടിക്കാനോ രാഹുൽ ഗാന്ധി ഇല്ല. പ്രതിപക്ഷ നേതാവ് ഇത്തരം ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജർമ്മനിയിലാണ്. അവിടെയുള്ള പ്രവാസികളുമായിട്ട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ കോൺഗ്രസിനിടയിൽ ഒരു അമർഷമുണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാജ്യവ്യാപകമായ ഒരു വലിയ പ്രതിഷേധം നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ രാജ്യത്തില്ലാത്തത് കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്കിടയിലും ഒരു വലിയ അമർഷമുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് പി ആർ സുനിൽ? അരുൺ, ഉറപ്പായും ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് വലിയ എതിർപ്പാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെയൊക്കെ തന്നെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടം നടത്തേണ്ട ഒരു സമയമാണ്. ബീഹാറിലെ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് നേരിട്ടത്. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ ഇതുപോലുള്ള ഈ തൊഴിലുറപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കമൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി അതിനെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കുണ്ട്. പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യമാണ് ഇപ്പോൾ പാർലമെന്റ് കാണുന്നത്. ഇന്നലെയൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇടപെട്ടായിരുന്നു ഈ വിഷയത്തിലൊക്കെ തന്നെ സംസാരിക്കേണ്ടിയിരുന്നത്. പ്രിയങ്ക ഗാന്ധിയാണ് ഇന്നലെ സംസാരിച്ചത്. ഏതായാലും രാഹുൽ ഗാന്ധി ഈ പ്രതിഷേധ നീക്കങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കേണ്ട ഒരു സമയത്ത് വിദേശയാത്ര നടത്തിയത് എന്തിന് എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് വളരെ ശക്തമായി തന്നെ ഉയരുകയാണ്. പല നിർണായക ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം സമീപനം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. BJP ഒക്കെ തന്നെ ഇത് ആയുധമാക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്ര നടത്തുന്നില്ലേ എന്ന മറു ചോദ്യമാണ് കോൺഗ്രസിലെ ചില നേതാക്കളെങ്കിലും ഉയർത്തുന്നത്. പക്ഷേ അതല്ല സാഹചര്യം. കോൺഗ്രസിനകത്ത് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം ഇക്കാര്യത്തിൽ വലിയ അമർഷമുണ്ട്. അതിനിടയിലാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി കൂടിയായ പൃഥ്വിരാജ് ചവാൻ വലിയ വിമർശനം ഉയർത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്നാണ് പൃഥ്വിരാജ് ചൗഹാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിന് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ഈ സംവിധാന യാത്ര, ഭരണഘടനാ യാത്രയൊക്കെ തന്നെ നടത്തുമ്പോൾ അതൊന്നും തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല. സാധാരണ ജനങ്ങളുടെ സാന്നിധ്യം ഇത്തരം പ്രക്ഷോഭങ്ങളിലൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് പൃഥ്വിരാജ് ചൗഹാൻ വിമർശിക്കുന്നത്. നമുക്കറിയാം, ശശി തരൂരും വലിയ വിമർശനം നേരത്തെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് രാഹുൽ ശൈലിക്കെതിരെ വലിയ വിമർശനം കടുത്തു വരികയാണ്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. രാജ്യം ഒന്നാകെ ഈ പ്രക്ഷോഭം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് രാജ്യത്തില്ലാതെ പോകുന്നത് ഒരു വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട് ചില കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച്. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ ഈ ശക്തമായ പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. ശശി തരൂരൊക്കെ നന്നായി സംസാരിച്ചു. KC വേണുഗോപാൽ അടക്കം NK പ്രേമചന്ദ്രൻ അടക്കം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം, പ്രതിപക്ഷ നേതാവ് വളരെ ഗൗരവമേറിയ ഈ വിഷയം രാജ്യം ചർച്ച ചെയ്യുന്ന സമയത്ത് പാർലമെന്റിലില്ല. അതെന്തായാലും മോശമായി പോയില്ലേ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്നാണ് മുതിർന്ന നേതാവ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതിന്റെ അർത്ഥം.